ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പ്ലേ വിത്ത് ഷർലോക്ക്. അപ്പോൾ ഇന്ന് നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എപ്പിസോഡ് ഓഫ് ദിസ് സീരീസ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ഒന്നും ചെയ്യാൻ പോണില്ല. അപ്പോൾ ഇത് നമ്മളെ ലാസ്റ്റത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വിതറിനെ കൊന്നൊരു ബീക്കൺ സെറ്റ് ചെയ്യണം. അതിനുള്ള എമറാൾഡൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് കിട്ടെ, നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് പോയി മറ്റേ ശരിക്കൊന്നും ഞാൻ കൊല്ലാൻ നിൽക്കണില്ല. നമുക്ക് വിതറിനെ ബെഡ്റോക്കിൽ കുടുക്കി കൊല്ലാം. അതേ നമ്മളെ കൊണ്ട് നടക്കുള്ളൂ. അപ്പോൾ 9x9 ബ്ലോക്ക് 1 2 3 4 5 6 7 8 9 ബ്ലോക്കായി. ഇനി 1 2 3 4 5 6 7 8 9. ഇനി ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചുപോട്ടെ. ഇനി അത് മൊത്തമായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ ആദ്യത്തെ ഒരു ലെയർ മാത്രം ഉണ്ടാക്കാൻ കാണിക്കാം. എന്നിട്ട് ഞാൻ മൊത്തം സെറ്റ് ചെയ്യാം. അതവിടെ നോട്ടെ. മൊത്തമായിട്ട് ഇങ്ങനെ ഒന്ന് വെക്കണം. അപ്പോൾ അതിൻ്റെ ടൈം ലാപ്സ് കണ്ടിട്ട് നിങ്ങൾ വരും. ഞാനിതിൻ്റെ ടൈം ലാപ്സ് ഒക്കെ അപ്പോൾ അത് കണ്ടിട്ട് വരും. Hesitation creeping in, but you look so good and I know what you're offering. Phone's lighting up, but I'm just gonna let it ring. Yeah, my phone's lighting up, but I'm just gonna let it ring. Is it the liquor in my system? പിരമിഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു നോക്ക് ബാക്ക് ഇല്ലാത്തൊരു സോഡും കൂടി സെറ്റ് ആക്കാം. ഡയമണ്ട് സോഡ്. അതിൻ്റെയൊക്കെ എക്സ്പി ഇല്ല. അതാണ് നല്ല വിഷയം. താനെൻ്റെ വെപ്പൺ സ്മിത്ത് താൻ കത്തി തരില്ലേ? തന്നേ പറ്റൂ. ഒഴിച്ച് കുറച്ച് നോക്കും. ഇതന്നെ മതി. ഇനി നമുക്ക് നേരെ എൻഡിക്ക് പോവാം. എൻഡിക്ക് ഞാൻ അവിടെ എത്തിയിട്ട് ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഇവിടുന്ന് ഇനി കുറേ പോവാണ്ട്. ഞാനവിടെ എത്തിയില്ല. ഞാനിന്ന് ഈ സീരീസ് എങ്ങനെയാണ് എൻഡ് ചെയ്യാൻ കൊണ്ട് ബാക്കിയുള്ളവരെ മാതിരിയൊന്നല്ല. ഞാൻ ഇവിടെ ഞാനൊരു ഇതിനങ്ങ് സ്പോൺ ചെയ്തുള്ളൂ. ഇങ്ങനെ തന്നെ തോന്നുന്നു. ത്രൈറ്റൺ ഉണ്ടാവുമായിരിക്കും. ആർക്കായിരിക്കും അത്ര തന്നെ. അയ്യോ, ഇവിടെ ഒരു വിതരണ സ്പോൺ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇവൻ്റർ പറഞ്ഞേ. ഇങ്ങോട്ട് വന്നേ ഹബീബി. അവനെൻ്റെ മേത്ത് തട്ടിച്ച്. എൻ്റെ കാത്തിൻ്റെ ഒരൊറ്റ വീട്ടുണ്ടെന്ന് നീയൊക്കെ തീരും. അങ്ങനെ ഇതാ ഇവിടെ ആ വിതറാൻ സ്പോണാവും. നമുക്ക് 2 ഹെഡ് ഇപ്പം തന്നെ വെക്കാം. ഇവിടെ വെച്ചിട്ട് സ്കള്ളോടെ മറ്റേ നമുക്ക് പോയി വന്നിട്ട് സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ ആ എൻഡ് പോർട്ടലിൻ്റെ അവിടെ എത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മളെ എൻഡ് പോർട്ടലിൽ വന്നിക്കണോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എൻഡർ ഡ്രാഗനെ ഞാൻ കൊന്നിട്ടില്ലല്ലോ. അപ്പോൾ എൻഡർ ഡ്രാഗനെ കൊണ്ടില്ലേ? ബൈ ഞാനത് ഓഫ് ക്യാമറയിലൊന്ന് പോയി ചെറുതായിട്ട് കൊന്നിരുന്നു. അങ്ങനെ ഒരേട്ട ആ മുട്ട അങ്ങ് പോയി കിട്ടി. അപ്പോൾ രണ്ടാമതും കൊന്നു. അതാണ് ഇവിടെ പില്ലറൊക്കെ കാണുന്നത്. പക്ഷേ ഞാനത് മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഓൻ്റെ കയ്യിലാണ് ആ രണ്ടാമത്തെ മുട്ട ഇരിക്കുന്നത്. ഒന്നാമത്തെ മുട്ട ഞങ്ങൾ കളിച്ച് നേരെ വോയിഡി കൊണ്ടുപോയിട്ടു. അങ്ങനെയൊക്കെയാണ് പോയി. ഇനി ഇവിടെ നമുക്ക് കുയ്ത്താം. ഇങ്ങനെ പോട്ടെ. പോട്ടെ. ഇവിടെ കിട്ടെ. നമുക്ക് എൻ്റെ ഇവിടെ ഇവിടെ എൻ്റെ കിട്ടണം.
ഞാൻ മോശം കീബോർഡ് ഒഴിവാക്കാണ്. അയ്യോ നടക്കത്തില്ല. അയ്യോ എന്നെ ഊഞ്ചിച്ചേ. ഞാൻ ഉണ്ടാക്കിയത് കൊളായി ഗൈസ്. അയ്യോ ഇവനെന്താടാ ടീപ്പിക്കുണ്ടായി ജനിച്ചാനോ? അയ്യോ 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 ഇവൻ്റെ അയ്യോ ആ മതി. അയ്യോ ഗൈസ്, അയ്യോ ഗൈസ്, അയ്യോ എൻ്റെ നെതറൈറ്റ് ആർമറ പോയേ. ഞാൻ എന്തോ കൊളാക്കി ഗൈസ്. ഇവൻ്റെ കൊണ്ടു ഇവൻ്റെ ഈ സ്പീഡൊക്കെ തീരെ ഇഷ്ടം. അയ്യോ ഗൈസ് 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 അത് ശരി, അങ്ങനെ റെഡ് അടിക്കാൻ ചെയ്യും. അയ്യോ ഗൈസ്, അയ്യോ ഗൈസ്, എനിക്ക് വിതറിനെ കൊല്ലാൻ അറിയില്ലേ. അയ്യോ ഇതിൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ ഗൈസ് ഞാൻ വിതറിനെ കൊല്ലുന്നുണ്ട്. ഇങ്ങനെ ഞാൻ പോട്ടലിൻ്റെ അടിയിലൊക്കെ ഇട്ട് പോകാന്നൊക്കെയാണെങ്കിലും ആദ്യമായിട്ട് ഇങ്ങനെ അയ്യോ ഞാൻ മൂഞ്ചി. അതിലൊന്ന് അടിക്കൊന്നാ മതി. എൻ്റെ കത്തി നിങ്ങൾക്ക് അറിയില്ല, എൻ്റെ സീനാണ് കത്തി. നിന്നെ കൊല്ലാൻ വേണ്ടി നോക്ക് ബാക്കൊക്കെ ഒഴിവാക്കി ഞാൻ കൂടുന്നത് എന്തോ. അയ്യോ ഇവന് ഡ്രാഗനെക്കാട്ടും ടഫാണല്ലോ. അയ്യോ ഡ്രാഗനൊക്കെ എന്ത് പാവാ. ഒന്ന് ഫുഡ് കഴിച്ചാട്ടെ. ആ ഫുഡ് ഞാൻ തരില്ല, എടുത്തക്കണമെന്നൊക്കെ ഓർമ്മയില്ല. അയ്യോ ഇത് ഞാൻ വിചാരിച്ചിട്ട് ഇൻഫിനിറ്റി ബോൺ ഉണ്ടാക്കിയതാണ്. ആകെയുള്ള പേടി എൻഡർമാനും കൂടി എൻ്റെ കൊല്ലാൻ വരുമെന്ന്. ഗായ്സ് ഇവനെ തീർക്കട്ടെ. അയ്യോ ഇത് ഇവനെ എടുക്കാത്ത സ്പീഡാ ഗൈസ്. അടിച്ചോ ഒതുക്കട്ടെ. നിങ്ങളതിൻ്റെ ടൈം ലാപ്സ് കാണി. ഞാൻ വർത്താനം പറഞ്ഞ എന്തായാലും മര്യാദ കിട്ടൂല. അപ്പോൾ അവിടെ അടിപൊളി ടൈം ലാപ്സാണ് നിങ്ങൾ കാണുന്നത്. Leva pra longe, longe sem pensar. Teu toque me prende, faz meu mundo girar. No ritmo do vento, começo a levitar. Não sei se é destino, mas quero continuar. As ondas batem no meu peito sem parar. Quando chega perto não sei nem respirar. Tua sombra dança no meu corpo devagar. A noite chama, vem comigo se soltar. Teu calor me muda, me deixa em febre. Quando vejo a luz em você tudo desce. O som me empurra, o tempo não mede. Só vem comigo antes que isso aconteça. ബാക്കി ഫുട്ടേജ് ഉണ്ടാക്കുന്ന പോയി പിന്നെ നമ്മളെ വേൾഡ് പോയി അടിച്ച് പൊളിക്കൊണ്ട് പോയി കണ്ടോക്കി ഗായ്സ്. അതിൻ്റെ ബാക്കി വിഷ്വൽസൊക്കെ ഉണ്ടാക്കുന്നത് മിസ്സായി. ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് ചത്തു. എൻ്റെ കൈക്കത്തെ എല്ലാ സാധനവും പോയി. എൻ്റെ ആർമറ വെച്ച് ബാക്കി എല്ലാവർക്കും നഷ്ടമായി. ഇനിയിപ്പോൾ ഗ്ലാസും കൂടി എടുത്ത് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഈ ലാസ്റ്റത്തെ എപ്പിസോഡ് ആവൂലെ ഈ മൈൻക്രാഫ്റ്റിൻ്റെ ഈ സീരീസിൻ്റെ ഇതാണ്. അടുത്ത നമ്മൾ ഇനി ഒരു സ്കൈ ബ്ലോക്ക് സീരീസാണ് സെറ്റാക്കാൻ പോകുന്നത്. എൻ്റെ ലൈഫും പോയി, എല്ലാം പോയി. ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഉണ്ടാവുന്നു. എൻ്റെ ടൂൾസും ഐറ്റംസും എൻ്റെ എല്ലാം പോയി. എന്തോ ഭാഗ്യത്തിൻ്റെ ഇത് മാത്രം പോയില്ല. എൻ്റെ കിട്ടിയോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതിൽ നിന്ന് കുറച്ച് ഈ ഗ്ലാസ് മൊത്തം ഇങ്ങോട്ട് പോയാ. ഇനി ഞാൻ പോയി ഇതെടുക്ക ബിൽഡ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ഈ സീരീസ് ഞങ്ങളൊരു 10 റേറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇക്കിൻ്റെ ഐറ്റംസ് പോയി നല്ല സങ്കടമുണ്ട്. എൻ്റെ കത്തിയും ഇതൊക്കെ. നമ്മളെ ബീക്കൺ ഞാൻ ആദ്യമായിട്ടാണ് സർവൈവലിൽ ഇങ്ങനെ കൊല്ലുന്നുണ്ട്. ഇങ്ങനെ എന്തുവരെ കൊന്നിട്ടേ ഇല്ല. ക്രാഫ്റ്റിംഗ് ബെഞ്ച് ഇവിടെ അല്ലേ. My first beacon on in my hand.
ഇതിലേക്ക് വല്ല ഫുഡും ഉണ്ടെന്ന് എടുത്ത് കൂട്ടാൻ. കുറച്ച് പൊട്ടാറ്റോ ഉണ്ട്. പൊട്ടാറ്റോ എങ്കിൽ പൊട്ടാറ്റോ. നമുക്ക് ഏതോ ഇതിടാം. ജംബൂസ്റ്റ് ഉണ്ട് ആയിട്ടില്ല. നമുക്ക് അതൊന്ന് വെച്ച് നോക്കാം. അതും വർക്ക് ചെയ്യണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ ഇതാ പവറിൽ ഞാൻ സ്പീഡാണ് ഇടാനുണ്ട്. സ്പീഡ് 2 അതൊന്ന് ആക്ടിവേറ്റ് ആയി വരട്ടെ. ഓക്കെ, സ്പീഡ് 2 ആണ്. ഊയോ. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോൻ്റെ എൻഡ്. ലാസ്റ്റ് വിതർ ഹെഡ് നമ്മുടെ ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ വേൾഡാണ് എൻ്റെ ഫേവറേറ്റ് ആൻഡ് മൈ ബെസ്റ്റ് വേൾഡ് ഓഫ് എവർ. അപ്പോൾ ഇനി ഈ സീരീസ് നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരോടും സുഖിച്ചിരുന്നില്ലേ? ഇനി സുഖം ഉണ്ടാവില്ല. എൻ്റെ ഫസ്റ്റ് ബീക്കൺ അടക്കപ്പോൾ എല്ലാം പൊളിഞ്ഞടിക്കാൻ പോവാണ്. ഈ ഒബ്സീഡിയൻ്റെ ഒന്ന് പിന്നെ അങ്ങനെ അത് രണ്ടാമത്തെ വിതറും കൂടെ സ്പോണായി. എന്താണെന്നൊന്നും എനിക്കറിയില്ല. സ്പീഡ് ബൂസ്റ്റ് ഉണ്ട്, ഞാനുണ്ട്. എല്ലാം കൂടിയും ചിലപ്പോൾ അടിഞ്ഞു പൊളിക്കും. അല്ലോ, ഞങ്ങൾക്ക് ഇവരൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി പൊട്ടിച്ചടിച്ച. ഇടാ ഇന്നടിക്കല്ലേ. ഇങ്ങോട്ട് ഇതൊക്കെ അടിച്ചങ്ങ് പൊളിക്ക് ബേബി. അതൊക്കെ അത്ര ഉള്ളു. എവിടെ ആശാൻ എല്ലാം അടിച്ച് പൊളിച്ചു. എനിക്കൊരു അവന് തെറിച്ചൊക്കെ പോയി. നിൻ്റെ പോയാ മൊത്തം അടിച്ചങ്ങ് പൊളിക്ക്. അതിൻ്റെ വിതരണം തന്നെ വന്നു കൊടുന്ന. ഞാൻ ഇവിടെ ഉണ്ട് ബോസ്. എൻ്റെ ഇത് പോയി പൊട്ടി ഗൈസ്. ബീക്കം പൊട്ടി. അടിച്ചങ്ങ് പൊളിച്ചോ. ഒരു കുഴപ്പമില്ല. ഒരുത്തന്നെ സഹിക്കാൻ പറ്റില്ല. ഞാൻ തന്നെയാണ്. ഇത് മൊത്തം അടിച്ച് പൊളിച്ചോ. അതടുത്ത 6. ബീബി എൻ്റെ പെര. ഇവിടുത്തെ വില്ലേജേഴ്സ് ട്രേഡിങ് ഹാളൊക്കെ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അയ്യോ എൻ്റെ എമറാൾഡ്. പക്ഷേ ഞാൻ ഈ ബീക്കണൊന്ന് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നിട്ടുള്ളത്. ഗായ്സ് അങ്ങനെ ഞാൻ മൊത്തം സെറ്റാക്കിക്കണം. ഇനി അവൻ കാണാതെ ഒന്ന് പോയി ഇതാക്കിയാൽ മതി. ആക്ടിവേറ്റ് ചെയ്താൽ മതി. ഇനി മറ്റേ തെണ്ടിയോളം ഇറങ്ങല്ലോ. അത് ഇറങ്ങി തുടങ്ങി. എനിക്ക് എങ്ങനെയെങ്കിലും ആ ബെഡിൽ ഒന്ന് പോയി കിടന്നാൽ മതി. നേരം വിളിപ്പിച്ചണം. വേഗം കിടന്നുറങ്ങട്ടെ. കായ് സീനാണ്. ഇതര ഏത് നേരം മണി തല അടിച്ചു കൂട്ടിയോ. നേരം വെളുത്ത്. ഓക്കെ, വിതറെന്തിയേ? വിതർ എഫക്റ്റ് പോയി. എനിക്ക് പിന്നെ എൻ്റെ ഫുഡ് ബോക്സിൽ നിന്ന് കുറച്ച് ഫുഡ് ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വാല്യുബിൾ പെട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബീക്കം ഫുള്ളല്ലേ. ഇനി വല്ലയിടത്തും കിട്ടുമോ നോക്കിയിട്ട് വരാം ഗൈസ്. സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് വരാം ഗൈസ്. അങ്ങനെ അത് ലാസ്റ്റ് പീസ് വെടിയും വെച്ച് വേഗം അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് സ്പീഡ് ബൂസ്റ്റ്. സ്പീഡ് ബൂസ്റ്റ് ഓൾറെഡി കിട്ടി. അതല്ല വിതറെന്തിയേ? വിതർ പോയോ? വിതർ പോയി ഗൈസ്. എന്നാൽ ഇനി മൊത്തം നമുക്ക് TNT ഇട്ട് പൊട്ടിച്ചാലോ? ക്രിയേറ്റീവാക്കി. അതെ ഗൈസ്, നമ്മൾ ഈ വേൾഡിൽ ചീറ്റ് ചെയ്യാൻ പോവാണ്. എന്തായാലും ഒരു എൻ്റെ മൊത്തം അടിച്ചങ്ങ് പൊട്ടിക്കുക നമുക്ക്. അപ്പോൾ ഇതാ നമ്മളത് ലൈവ് വീഡിയോയിൽ കാണിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റീവ് ആക്കി ഗൈസ്. വിതർ എന്തായാലും പോയി. നമുക്ക് കുറച്ച് TNT പരിപാടികളാകാം. ഇവിടെ TNT മൊത്തം TNT കലഹങ്ങളാണ്. യാഹൂ. ഞങ്ങൾക്ക് ഇവിടെ പേരൻ്റ് ഇവിടെ കുറച്ച് ഞാൻ കുറച്ചീച്ച പൊട്ടിച്ചോളൂ. അല്ലെങ്കിൽ മൊത്തമായിട്ട് പണി പോകും. മൊത്തമായിട്ട് നീയമ്പത്ത് എൻ്റെത്. ഇനി പേരൻ്റെ ഉള്ളിൽ 2 വെച്ച് പിടിച്ച
ഇവിടെ നിന്ന് എൻ്റെ ടാബ് നല്ലോണം കത്തുണ്ട്. അല്ലോ ഞാൻ പോയി ആദ്യം അവിടുത്തെ ഒബ്സർവറുകളൊന്ന് പൊട്ടിച്ചിട്ട് അത് കുറച്ചെങ്കിലും ലാഗ് പറയും. ആ സമയത്ത് തന്നെ ഇവിടെ കുറച്ചും കൂടി ഇതാ നമ്മളിതൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അയ്യോ നെതർക്കോയി ഇതാണ് പറ്റാത്ത കാറെടുക്കണം. ആ ഒബ്സർവറുകളൊന്ന് പൊട്ടിച്ചാട്ടെ എന്നാൽ കുറച്ച്. ഇതെങ്ങനെ ഇവിടെ സ്പോണായി? എന്തിരട്ടെ എന്നാൽ തനിക്ക് ഇരിക്കട്ടെ കുറച്ച്. അത് നമുക്കിത് പൊട്ടിച്ച് വേഗം അകത്ത് വരാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ബ്ലോക്കാണ് പൊട്ടിച്ചിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടേക്ക് വരണം. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് ഇതൊക്കെ ഈ ഒബ്സർവറുകളൊന്ന് പൊട്ടിച്ചിടാം. ഈ ഒബ്സർവർ ലാഗാണ് ഗൈസ്, കത്തുണ്ടിൻ്റെ സാധനം. ഈ ഒബ്സർവറുകളും കൂടി കുറച്ച് TNT കലഹങ്ങളാവും. അയ്യോ TNT മൊത്തം നെതർക്ക് പോയി. TNT വെക്കും കത്തിക്കും, TNT വെക്കും കത്തിക്കും. പോയി പിടിക്കോ. അതൊക്കെ അത്രയേ ഉള്ളു. മൊത്തമായിട്ട് അടിച്ചങ്ങ് പൊളിച്ചുകൊണ്ടിരിക്കുക. ഈ പെര നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കാം. മൊത്തമായിട്ട് അങ്ങ് പൊട്ടിക്കാം. വില്ലേജേഴ്സൊക്കെ ഇറങ്ങി മണ്ടാണ്. ഓ വിതർ എവിടെയാണോ? എടാ വിതർ കുട്ട, നിന്നെ ഞാൻ എവിടെയൊക്കെ തപ്പി. എന്നാൽ നമുക്കിനി ക്രിയേറ്റീവ് എന്ന് മാറാം. വിതർ കുട്ടനായിട്ടിനെ കുറിച്ച് എന്തെങ്കിലും കളിച്ചാൽ ഇവിടെ തന്നെ ഉള്ള TNT മൊത്തം പൊട്ടിക്കുകയും ചെയ്യാം. സർവൈവൽക്കാവാം. ഹബീബി ഞാൻ ഹെൽപ്പ് ചെയ്യാം. കിട്ടി. അതിനുള്ള പവർ അവിടെ നിന്ന് കിട്ടി. ഓ മൊത്തം പൊട്ടി. നിൻ്റെ സൂപ്പർ. ഇനി 2 വീതം ഗ്യാപ്പ്. എവിടെയും കൂടി ഇനി ഒന്ന് ഇവിടുത്തെ പവറും കൂടി ചെയ്യാം. ഓക്കെ ഗായ്സ്, അവിടുത്തെ പൊട്ടി. ഇനി ഇവിടുത്തത് അവിടെ. ഓക്കെ ഗായ്സ്, ഇവിടുത്തും പൊട്ടി. ഓക്കെ അയ്യോ കൊടുത്തു ഗായ്സ്. പൊട്ടാനുള്ള വണ്ടി വെച്ചപ്പോൾ ഓക്കെ ഇങ്ങനെ നാടിടാം. എന്താല്ലേ അയ്യോ. ഇത് ഞാൻ മിക്കവാറും ക്രിയേറ്റീവ് ആക്കി എടുക്കേണ്ടി വരും. TNT ഇപ്പം തീരുത്. ക്രിയേറ്റീവ് ഒക്കെ എന്താ. അയ്യോ ഞാൻ ഇപ്പോൾ ചാവല്ലേ. ഓ 1.5 ഹാർട്ട്. സൂപ്പർ സ്മെൽറ്റർ പൊട്ടി. അതല്ലേ വിതർകുട്ടൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവനെ എൻ്റെ ഈ പോണ്ട്. ഈ മോബ് ഫാം ഇല്ലേ, വലിയ മോബ് ഫാം പോയി പൊട്ടിക്കാം. എന്നാലും ഈ വിതറാപ്പി എൻ്റെ പോയി എനിക്ക് പോയി മൊത്തം ഡിച്ചങ്ങ് പൊളിക്കുക. വെയിറ്റ് ചെയ്യുക ഗൈസ്, ഇത് രസമല്ല ഇങ്ങനെ ഓരോന്നിച്ച് പൊളിക്കാം. നല്ല സ്ലോ. ഇനി വരി ഞങ്ങൾക്ക് മൊത്തം TNT വെച്ച് പൊളിക്കാം. അടുത്ത സെറ്റായില്ലേ? എത്ര മാല് നേരെ അടുത്തുണ്ടാക്കിയതൊക്കെ അറിയാം. പൊട്ടിക്കുമ്പോൾ ഒരു മനസ്സുഖം. ഇങ്ങനെ ഇവിടെ ഇൻവെൻട്രി
എല്ലാത്തിലും ഓരോന്ന് എഴുതുന്നു. എല്ലാം അങ്ങ് പൊട്ടട്ടെ, വൈബാവട്ടെ. ഈ ലെയറിലൊന്ന് പൊട്ടട്ടെ, ഈ ലെയറിലൊന്ന് പൊട്ടട്ടെ, ഈ ലെയറിലൊന്ന് പൊട്ടട്ടെ, ഈ ലെയറിൽ ഒന്ന് പൊട്ടട്ടെ. അടുത്തതും പൊട്ടട്ടെ. ഇത് 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 അയ്യോ, നിങ്ങൾ എസ്കേപ്പ്, നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ പറയാനിട്ടല്ലേ ഇത്രയും കഷ്ടപ്പെട്ട്. അത്രയും എൻ്റെ നീ പോയി അയൺ ഫാം ഇവിടെ ഇട്ടിരുന്നു. അതെ അതെ അതെ, ആദ്യം നമുക്ക് വാട്ടർ ഫ്ലോ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. ഫസ്റ്റത്തെ പൊട്ടിത്തെറി പൊട്ടട്ടെ. ആഘും മൊത്തമായിട്ട് അങ്ങനെ പൊട്ടട്ടില്ല. തീരട്ടെ അവന്മാര്. ഇതാ കുറച്ചും കൂടി സ്പ്രേ ചെയ്തിട്ട് നല്ല രസമുണ്ട്. ഇവനൊക്കെ മൂട്ടിലിട്ടങ്ങനെ പൊട്ടിച്ചാൽ മതി, ഇവനൊക്കെ പറ്റിയിരും. ശരി, അപ്പോൾ തീർന്നു. ഇനി നമുക്ക് നമ്മളെ പേരും കൂടി അങ്ങ് പൊട്ടിച്ച് ഈ വീഡിയോ അങ്ങ് എൻഡ് ചെയ്യാം. നല്ല രസം എന്തേലും. ഒന്ന് പൊട്ടിച്ചില്ല നമ്മൾ ട്രേഡിംഗ് ഹാൾ. ഈ വിതറാപ്പിക്കാളു ഇവനെ ഏത് കേട്ടില്ല. പെര പൊളിച്ചാ പോത്തീൻ കൊച്ച് കൊള്ളോ. ഇവൻ പെര ഇവിടെ അടിച്ച് പൊളിക്കണ്ട തിരക്കിന്. പേരൊക്കെ വന്നങ്ങ് കത്തട്ടെ. അയ്യോ അയ്യോ, ഇറങ്ങി ഓടിക്കോടാ, ഓടിക്കോടാ. നമുക്കിപ്പോൾ എന്താ അയ്യോ, മൊത്തം അടിച്ചങ്ങ് പൊട്ടിച്ചല്ലേ. കണ്ണടക്കട്ട അടിപൊളി. ഇങ്ങനെയൊക്കെ ഒന്ന് കത്തട്ടെ, അങ്ങനെയൊക്കെ കത്തുള്ളൂ. പൊട്ടട്ടെ പൊട്ടട്ടെ പൊട്ടട്ടെ. അടുത്ത സെറ്റ് മാലപ്പടക്കം പൊട്ടിക്കണ്ട്. ഞാൻ ഓവർ ഹൈ പവറിലിട്ട് പൊട്ടിക്കാത്ത എന്താ പറയുക, എൻ്റെ പി സി ടാബിനകത്ത് താങ്ങൂല. അല്ലെങ്കിൽ ഇതൊക്കെ നിരന്ന് പൊട്ടിയനെ. നീയൊക്കെ നിരന്ന് പോട്ടെ. നിങ്ങൾ സത്യല്ല സാവണ്ട മച്ചാനെ, നിങ്ങൾ സാവാൻ വേണ്ടിയല്ലേ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ട്. നിങ്ങൾ ഈ സമയത്ത് കിങ്ങിരിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ. അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തായാലും ഇവൻ ചെയ്യും, ഇവനെ ഞാൻ തീർക്കും. യാഹു പേരൊക്കെ അടിച്ചങ്ങ് പൊളിക്കന്നെ. ബീബി ഞാൻ ഹെൽപ്പ് ചെയ്യണോ? പൊട്ടി വീക്കണമൊന്നും പറ്റിയിട്ടില്ല. പേര മൊത്തമായിട്ട് പൊളിഞ്ഞ്. നമുക്കൊരു അടിപൊളി സോഡും ഇതുണ്ടാക്കിയിട്ട് നമുക്കൊരു ഫൈറ്റ് തന്നെ ചെയ്യാം. ഞാൻ ഉണ്ടാക്കാൻ പോകേണ്ട ഏറ്റവും ഹൈ പവേർഡ് ബോ ആൻഡ് വേണ്ടത് ഞാൻ വളരെ ആവശ്യമുള്ള മാത്രം ഉണ്ടാക്കും. അത് വേണം. അൺബ്രേക്കിംഗ് 3 രണ്ടെണ്ണം ഇൻഫിനിറ്റി ഒരെണ്ണം, ഫ്ലെയിം ഇതിനും കുറ്റം പറഞ്ഞിട്ട് കാര്യ, ഞാൻ തെറ്റല് ചെയ്തു. സ്മൈറ്റ് 5, പിന്നെ നോക്ക് ബാക്ക്. ഓക്കെ,
പിന്നെ 4 ത്രോൺസിൻ്റെ ഇതിനും വേണം. ത്രോൺസ് 3 ഇടുന്ന 4 എൻ്റെ ആർമറൊക്കെ ഒന്ന് ഊരിക്കുക. ഇതൊക്കെ ഒന്ന് ഞാൻ ഊരിച്ചാണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകണ്ടാണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ട് ഇത് ഫുള്ളൊന്നും അറിയില്ല. ഞാൻ എന്താ ഡി വെച്ച് സ്മൈറ്റ് 5 ബ്രേക്കിംഗ് 3 ഓക്കെ. എൻ്റെ ആർമർക്ക് ഇട്ടെടുക്കട്ടെ. ഞാനന്ന് മെൻഡിങ് ഒക്കെ ഇട്ടതിൻ്റെ ശേഷം ഒന്നാണ്ട് ഫുള്ള് ഇതാക്കിയിരുന്നു. ഫുള്ള് ഒഴിവാക്കി പിന്നെ ആദ്യം ഓരോന്ന് വെച്ചാൽ ചെയ്ത് വരികയാണ്. എല്ലാം കൂടി ഒറ്റ ബുക്കൊക്കെ അല്ലെങ്കിൽ മറ്റേ വലിയ കൂടി സാധനങ്ങളൊക്കെ എന്തെങ്കിലും. പക്ഷെ ഇതിവിടെ എൻ്റെ പിക്ക് സർവൈവലാക്കട്ടെ. എറ്റിലിനി ടൈം ഡേ ആക്കട്ടെ. അയ്യോ 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 രക്ഷിക്കണേ. അയ്യോ ഒരു വിതർ ഇടക്കല്ല വിതറേ. ഒരു ഹാർട്ടാക്കി ഒരു ഹാർട്ടാക്കി തണ്ടി. അയ്യോ അങ്ങനെ വെള്ളത്തിൽ വെടിവെക്കാനാവില്ല. വെള്ളത്തിൽ നമുക്ക് ഇത് കിട്ടില്ല. എൻ്റെ ഒക്കെ എഫിഷ്യൻസി ഒക്കെ പോയി. എൻ്റെ കുഞ്ഞോ എന്താണ് അങ്ങനെ എന്തിൻ്റെ കുത്തി കഴിപ്പാ. പ്രൊട്ടക്ഷൻ ഇട്ടിക്കാം. അയ്യോ എൻ്റെ ബോയിൽ പ്രൊട്ടക്ഷൻ എന്ത് കിട്ടാട്ടോ, അല്ല നടക്കൂല. പിന്നെ ഞാൻ ബോക്കുള്ള ആരോയും എടുത്തിട്ടില്ല. ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ അതൊന്നല്ല, പിന്നെ പൊട്ടിത്തെറിയില്ലേ. ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ 5ൻ്റെ ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ 4 ഇതെന്തിൻ്റെ നോക്ക് ബാക്ക് പവർ ഞാൻ ഇതിൽ കിട്ടിട്ടില്ല. ഇനി കുറച്ച് ബോയും എടുത്ത് ഏറ്റവും നല്ല ഡാമേജ് തന്നെ മതി. ഇനി ഞാൻ വലിയ കോടി ഇതൊക്കെ ഇവനെ കൊല്ലാൻ വേറൊരു ഐറ്റമാണ്. ഒരു 5-6 ടോട്ടം. എപ്പോഴാണ് ചാവാന്നൊന്നും പറയാൻ പറ്റില്ല. നോക്ക് ബാക്ക് ഇതൊക്കെ ഞാൻ വീഡിയോയിൽ എന്തായാലും ഞാൻ പബ്ലിഷ് ചെയ്യും. ഞാൻ ക്രിയേറ്റീവ് ആക്കിയത് തന്നെയാണിത്. ബ്ലാസ്റ്റ് ജസ്റ്റ് പ്ലേ ചെയ്തില്ല. ടോട്ടമ ഫണ്ടായി ഒന്ന് കഴിക്കേ ഇരുന്നോട്ടെ. ഓ ഇനി എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ കൊടുക്കുക ഫുഡ്. ഇതൊക്കെ ഞാൻ എന്തായാലും റിഗ്രറ്റ് അടിക്കുമെന്ന് വെച്ചാൽ ഞാൻ എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ. ഓക്കെ എന്നാൽ ഇനി യുദ്ധം തുടങ്ങാം. കഴിഞ്ഞ പ്രാവശ്യം നീ എന്നെ കൊന്നു, ഞാൻ നിന്നെ കൊല്ലും. എന്തിടേ ഫുഡ് കഴിച്ചിട്ട് പത്ത് ഹീറ്റായിട്ട് നീ പോടെ. നിന്നെയൊക്കെ പവറുള്ളവനായാലും നമ്മൾ അടിച്ചിട്ടുക. ഇവൻ എന്ത് ഇവനെ നമ്മൾ തീർക്കും കൈസ്. ഇതായാലും ഇതിൻ്റെ അടിയിൽ നീ പാവപ്പെട്ട ജന്തുക്കൾ. അവനെ തുറന്നത് അവന് കിട്ടി. അയ്യോ അവൻ അടിക്ക് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി. എന്നെ അടിക്കുമ്പോൾ എനിക്കും ഡാമേജ് കിട്ടും. എൻ്റെ ബ്ലാസ്റ്റ് ചെയ്യേണ്ട ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ കിട്ടും.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്നെ കൊന്നു, ഒരു പ്രാവശ്യം നിന്നെ ഞാൻ ഓൾറെഡി കൊന്നതല്ലേ, ഇനി നീ ഇതാണ് മൊത്തം വീഡിയോ ഉള്ളത്, മറ്റൊരു മൊത്തമായിട്ടൊന്നുമില്ല. ഇവനെന്താ അത്ര ഇവനെന്താണ് അയ്യോ എൻ്റെ ടാബ് കത്തുന്നു ഗൈസ്, ലാഗാവുണ്ട്. അയ്യോ സ്പീഡ് ഉണ്ടല്ലോ എനിക്കറിയാം, ആ കാര്യം തന്നെ ഞാൻ മറന്നുപോയി ഗൈസ്. ഗെയിം ക്രാഷ്ഡ് ഗൈസ്. അങ്ങനെ നമ്മളെ ഗെയിം ക്രാഷായി. പോരാത്തതിന് ഞാൻ ഇതിൻ്റെ ഫൈറ്റാൾ ഞാൻ വേറെ വീഡിയോ ഒക്കെ ഇറക്കാം, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ജയിച്ചോ ഇല്ലയെന്ന്, എങ്ങനെയൊക്കെയാണ് നടന്നതെന്നൊക്കെ ഞാൻ അപ്പോൾ അതിൽ കാണിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഈ സർവൈവൽ സീരീസ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നമ്മളൊന്ന് റേറ്റ് ചെയ്യേണ്ടി, നമ്മൾ മൊത്തമായിട്ട് അടിച്ചങ്ങ് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു സ്കൈ ബ്ലോക്ക് സീരീസ് ആണ് വിചാരിക്കേണ്ടത്, ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, ഉറപ്പെന്ന് ഞാൻ പറയണില്ല. അപ്പോൾ ഇനി ആ സീരീസ് ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും ബൈ. ഇപ്പോൾ ടാറ്റാനിക്ക് അതിൻ്റെ സ്കിന്നൊന്നുമില്ല, കാരണം ഗെയിം ഓൾറെഡി ക്രാഷ്ഡ് ആണ്. Hesitation creeping in, but you look so good and I know what you're offering. Phone's lighting up, but I'm just gonna